ഹായ് ഹലോ മച്ചാമാരെ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ മച്ചാമാരെ? നിങ്ങൾ തമ്മിലിൽ കണ്ടത് കറക്റ്റാട്ടോ. അതായത് നമ്മുടെ ദമാം എയർപോർട്ടിലെ അൽഖസ വഴിയുള്ള റോഡ് തുറന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ആ റോഡ് തുറന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അങ്ങോട്ടാണ് പോണത് കേട്ടോ, എയർപോർട്ടിലേക്ക്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ട് വന്നതാണ്. പിന്നെ തിങ്കളാഴ്ചയിൽ നിന്ന് ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വന്നതാണ്. അന്നും തുറന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആഴ്ചയിൽ 1-2 ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എയർപോർട്ടിലേക്ക്. അപ്പോൾ ധൈര്യമായിട്ട് പൊക്കോ. അല്ല, ഞാനിപ്പോൾ പോകുന്ന വഴിക്കും കാണിച്ചു തരാം. യാത്ര പോകുമ്പം ആദ്യത്തെ ചുവടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം. രാവിലെ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴി തന്നെയാണ്. ഇവിടെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. രാവിലെ സിഗ്നലിൽ രണ്ടുപേര് ചേർത്ത് വെച്ചും കൊണ്ട് കിടക്കുകയാണ്. ഇതിവിടുത്തെ ഒരു സർവ്വസാധാരണ കാഴ്ചയാണ് കേട്ടോ. ചെറിയൊരു ആക്സിഡൻ്റാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തള്ളക്കി വിളി അടിയും പിടിയൊന്നുമില്ല. അവരെന്തോ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി സംഗതി ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഭാഗ്യം ഇന്ന് പാർക്കിംഗ് കിട്ടി. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. പേര് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മളെ മുതലാളി, നമ്മുടെ ചങ്ക് മുതലാളി. രാവിലെ നല്ല ചൂട് പൊറോട്ട വന്നു കേട്ടോ. രാവിലെ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും. നല്ല മുട്ടക്കറി, ചമ്മന്തി, അങ്ങനെ എല്ലാം ഓൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ നല്ല ഫുഡാണ്. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദമാം കോബാർ തട്ടീപ്പ് ഭാഗത്തൊക്കെയുള്ള മച്ചന്മാരൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പരീക്ഷിക്കണം. ഹോട്ടൽ മുന്തസയാണ്. മുന്തസ തട്ടീപ്പ് തുർക്കിയ മുനീറ ഭാഗത്താണ്. നിങ്ങൾ ഈ ഫുഡ് കഴിക്കുമ്പം നമുക്ക് ഹാൻഡിങ്ങനെ മാറി വരും. ഇത് സെൽഫി മോഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഉഷാറാട്ടോ. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം അവർ കാശ് എന്നിട്ട് വന്നല്ലോ ഞാൻ വീഡിയോ ആണ്. കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ഇല്ലേ? സത്യം. കാരണം നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ വന്നു നടക്കുന്നവർ. അപ്പോൾ നല്ലതിനെ നല്ലതെന്ന് പറയണം. നല്ല ഫുഡ് കിട്ടുന്നത് നല്ല ഫുഡ് എന്ന് തന്നെ പറയണം. നല്ല ഫുഡാട്ടോ, സത്യം. നമുക്കൊക്കെ നമ്മളൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കണം. ഇത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ നേരത്തെ ഭക്ഷണവും അങ്ങനെയാണ്. നല്ല ഫുഡ്. ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. കൊള്ളാം കേട്ടോ. അപ്പോൾ ഖത്തീഫ്, നമ്മുടെ കോബാർ, ദമാം മച്ചന്മാരൊക്കെ വരുവാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു പോകും. അടിപൊളി ഫുഡാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചങ്കുകൾ കേട്ടോ. അവരുടെ ഒരു സഹകരണം കണ്ടോ. ഇതാണ് നമ്മുടെ മുംതാസിന്റെ സ്വന്തം മുതലാളി കേട്ടോ. മുതലാളി, ഓണത്തിന് എങ്ങനെയാ സദ്യയൊക്കെ ഉണ്ടോ? പ്ലാനിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഹോം ഡെലിവറി ഉണ്ടാവുമോ? ഡെലിവറി ഉണ്ടാവില്ലേ? ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്പര്. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പാർസലാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് പ്രശ്നമുള്ളതുകൊണ്ട് ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർസൽ എടുത്ത് വെച്ചിരിക്കും കേട്ടോ.
അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ട് റോഡിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ദൂരമൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ, കാരണം അതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ക്യാമറയും പിടിച്ചോണ്ട് വണ്ടി ഓടിപ്പോൾ നടക്കില്ല, കാരണം ഫുള്ള് ക്യാമറ ആയതുകൊണ്ട് മുക്കാലഫ് കിട്ടും. മുക്കാലഫ് മീൻസ് പെറ്റി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് കേട്ടോ നമുക്ക് എയർപോർട്ട് റോഡ്. മുകളിൽ കൂടെ കാണുന്നതാണ് നമ്മുടെ ജുവേൽ ദഹ്റൻ ഹൈവേ. നേരെ പോകുന്നത് ജുവേൽ റാസ് തെന്നൂര. നമുക്കിപ്പോൾ പോകാനുള്ളത് ഇവിടുന്ന് ഇടത്തോട്ടാണ് കേട്ടോ.
അപ്പോൾ മച്ചന്മാരെ ഇത് ഇവിടെയാണ് നമ്മുടെ ഇവിടുത്തെ പണികൾ നടന്നിരുന്ന സ്ഥലം കേട്ടോ. ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പണി. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു അൽ അസർ റോഡ് അടച്ചിട്ടിരുന്നതെന്ന് നമ്മൾ ദമാം അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ ചുറ്റി അടിച്ച് കറങ്ങിയൊക്കെയാണ് നമ്മൾ എയർപോർട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം. സംഭവം എന്നെ പോലെ തന്നെയാണ് എല്ലാവരും. നമുക്ക് ഈ എയർപോർട്ടിലൊക്കെ വന്ന് നോക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ്. ഇനി എന്നാണാവോ നമ്മളൊന്ന് നാട്ടിൽ പോകാൻ ഫ്ലൈറ്റ് കയറണതെന്നേ. ഈ എയർപോർട്ടും ഫ്ലൈറ്റും ഒക്കെ കാണുമ്പം അതൊരു വല്ലാത്ത ഫീലാട്ടോ. ഫ്ലൈറ്റുകളൊക്കെ കിടപ്പുണ്ട്, വാലൊക്കെ കാണാം. ഇനി എന്നാണാവോ നമ്മളെ ഊഴം പറഞ്ഞത് അല്ലേ? മച്ചാന്മാരെ നമുക്ക് പോകാനുള്ളത് VIP ലോഞ്ചിലാട്ടോ. ഇതാണ് നമ്മളെ ദമാം എയർപോർട്ട്. VIP ലോഞ്ച് എന്ന് പറഞ്ഞാൽ വരുന്നതും പോണതെല്ലാം ഒരിടത്തൂടെ തന്നെയല്ലോ. കാശുള്ളവൻ വരുന്നതും പോകുന്നതെല്ലാം ഒരിടത്തൂടെ, കാശില്ലാത്തവൻ പോണത് ഒരിടത്തൂടെ, വരണത് ഒരിടത്തൂടെ. അടിപൊളിയല്ലേ? നമുക്ക് VIP ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ വന്നിട്ട് ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് കയറുക. ഇതാണ് നമ്മളെ VIP ലോഞ്ച് പ്രവേശന കവാടം. മച്ചാന്മാർ നേരെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ലുട്ടാപ്പിയിലെ കുന്തം പൊങ്ങും പോലെ അപ്പുറത്തിരിക്കുന്ന ആ സുനയങ്ങ് പൊങ്ങും. നേരെ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ 15 മിനിറ്റിൽ കൂടുതൽ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ടി വരും. 17 റിയാലാണ് ചാർജ് ഈടാക്കുന്നത്.
അപ്പോൾ മച്ചാന്മാരെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.